മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയ പിഴയടയ്ക്കാൻ പൊതുജനങ്ങളോട് ₹1 വീതം സഹായം അഭ്യർത്ഥിച്ച സ്വകാര്യ ബസ് ഉടമ. ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസിന്റെ ഉടമ ഡേവിസ് ആണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത്. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഉച്ചസമയത്ത് ആളില്ലാത്ത ട്രിപ്പ് ഡേവിസിന്റെ ബസ് മുടക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ₹7500 മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ്സിന് പിഴ ചുമത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഭീമമായ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഈ പിഴ അടയ്ക്കാൻ കൂടി തന്നെ കൊണ്ട് സാധിക്കില്ല, തനിക്ക് നിവൃത്തിയില്ല എന്നുള്ളതാണ് ബസ് ഉടമയായ ഡേവിസ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ₹1 വീതം നൽകിക്കൊണ്ട് പൊതുജനങ്ങൾ തന്നെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച അതേ ദിവസം തൻ്റെ ബസ്സിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിക്കൊണ്ട് ഡേവിസ് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് വലിയ വാർത്തയായതാണ്. ഇതിലുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് തൻ്റെ ബസ്സിന് മാത്രം മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത് എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഫോണിൽ നിന്ന് ₹1 എനിക്ക് ഗൂഗിൾ പേ സ്കാനർ വഴി നൽകണം. ആ ₹1 എന്ന തുക അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ആർക്കും അയക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നത് എൻ്റെ ബസ് ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന എൻ്റെ ബസ് ഇന്ദിരാ പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അതിൽ പ്രതിഷേധമായി ആ ജൂൺ 15-ന് ഞാൻ പുരുഷന്മാർക്കൊരു സൗജന്യ യാത്ര കൊടുക്കുകയും സ്ത്രീകൾക്ക് ലഡു നൽകുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ പറവൂര് ജോയിന്റ് ആർടി ഓഫീസിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ബസ് പരിശോധിച്ച് ₹7500 ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ് ഓടിയില്ല എന്നുള്ളൊരു കാരണമാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ₹7500 പഴയിട്ട സാഹചര്യത്തിൽ എനിക്ക് ഈ തുക ഈ ബസ്സിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ തുക മാത്രമല്ല, അന്ന് മുതൽ ₹1 പോലും ബാക്കിയില്ലാതെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം പോലും എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്താണ് ഡീസൽ അടിച്ചും വളരെ പ്രയാസപ്പെട്ട് ഈ സർവീസ് നടത്തുന്നത്. അപ്പോൾ ആ ₹7500 എനിക്ക് അടയ്ക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ബസ് നിർത്താനും എനിക്ക് പറ്റാത്ത സാഹചര്യമാണ്. കാരണം കുറച്ച് യാത്രക്കാർ ഇപ്പോഴും എൻ്റെ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസും ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഇതെനിക്ക് നടത്തിക്കൊണ്ടുപോകാനായിട്ട് വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആ പിഴയിട്ട ഉദ്യോഗസ്ഥൻ ഒരല്പം ചിന്തിച്ച് ആണ് ഈ പ്രവൃത്തി ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. മുഖ്യമന്ത്രി പോലും സ്വകാര്യ ബസ് മേഖലയും ഉടമകളും നേരിടുന്ന പ്രതിസന്ധി പലവട്ടം നിയമസഭയ്ക്കകത്തും അല്ലാതെയും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ആശങ്കകൾ പരിഹരിക്കും, അവരെ അങ്ങനെ പ്രതിസന്ധിയിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പോലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാം ഈ മേഖലയുടെ പ്രതിസന്ധി. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ അന്യായമായി ഒരു ക്രൂരത എന്നോട് ചെയ്തപ്പോൾ അത് എന്നെ സഹായിച്ച് ആ ₹1 ചലഞ്ചിൽ കൂടെ ഗൂഗിൾ പേ സ്കാനർ വഴി നിങ്ങൾ ഈ തുക എനിക്ക് നൽകണം. ഞാനിതൊരു ആരെങ്കിലുമൊക്കെ ആരോപിക്കുന്ന പോലെ ഇതിൽ നിന്ന് വലിയൊരു ലാഭം ഉണ്ടാക്കാനോ ഇത് 10,000-കണക്കിന് രൂപ ഞാൻ ഇതുകൊണ്ട് സമാഹരിക്കാനോ ഒന്നുമല്ല. ഈ തുക ഈ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഞാനത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. ആ തുക മാത്രം ഇതൊരു പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രതികരിക്കാനുള്ള അവകാശം ഓരോ പൗരനുണ്ട് എന്നതുപോലെ ഞാനൊരു പ്രതികരണം നടത്തിയതിൽ എന്നോട് പ്രതികാരം തീർത്ത ഒരു നടപടിയായിപ്പോയി. അതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഞാൻ ഇന്നലെ എൻ്റെ പദ്ധതി എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ വലിയ പിന്തുണയാണ് നൽകിയത്. ആ സമയം മുതൽ ഈ നിമിഷം വരെ ഒത്തിരി ആളുകൾ എന്നെ വിളിക്കുകയും എനിക്ക് ഈ ₹1 ചാലഞ്ചിൽ ഞങ്ങളും സഹകരിക്കുന്നു, ഞങ്ങളും സഹായിക്കുന്നു പറഞ്ഞ് അവരത് ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ ജീവനക്കാരും. അപ്പൊ ഈ ഒരു കാര്യം സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു തിരിച്ചറിവ് ആ ഉദ്യോഗസ്ഥന് ഇല്ലാതെ പോയി. അപ്പൊ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുകയും ഈ സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് പൊതുഗതാഗത മേഖലയിലെ സ്വകാര്യ ബസ്സുകൾക്ക് സംഭവിച്ച വലിയ നഷ്ടം അത് ജനം
സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി തുറന്നു കാണിക്കണം. അതിൻ്റെക്കുള്ളൊരു ശ്രദ്ധ ക്ഷണിക്കലും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ₹1 ചലഞ്ച് എന്നുള്ള ആ വേറിട്ട സമരത്തിലേക്ക് ഞാൻ നീങ്ങാനുണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ ₹1 തന്നെ തെരഞ്ഞെടുത്തതിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക്, ഒരു വിദ്യാർത്ഥി കയറിയാൽ കിട്ടുന്ന തുകയാണ് ₹1. അപ്പൊ ഒരു ബസ് ഉടമയെ സംബന്ധിച്ച് ഒരു യാത്രക്കാരന്റെ പണമാണ് എനിക്ക് നൽകുന്നത്. അത് ₹1 ആയാലും ആ ബസ്സിൽ കയറുന്ന ഒരു യാത്രക്കാരന്റെ ഒരു ടിക്കറ്റ് ചാർജാണ് ഇതിലൂടെ എനിക്ക് നൽകുന്നതെന്നുള്ള ആ ഒരു സന്ദേശം കൂടി അധികാരികളെ ഈ അവസരത്തിൽ ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്.